ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുഭാഷിതം എന്താണോ നമുക്ക് നോക്കാം. രാത്രിർഗമിഷ്യതി ഭവിഷ്യതി സുപ്രഭാതം ഭാസ്വാനുദേഷ്യതി ഹസിഷ്യതി പങ്കജശ്രീഹി ഇത്തം വിചിന്തയതി കോശഗതേ ദുരേഭേ ഹാ ഹന്ത ഹന്ത നളിനീം ഗജ ഉജ്ജഹാര. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ ആദ്യമൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇതിനൊരു അതെങ്ങനെയാണ് ഇത് വന്നതെന്ന് നോക്കാം നമുക്ക്. അതായത് സാധാരണ താമര പകലാണ് വിടരുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിടരും എന്നാണ് സങ്കല്പം. അത് സന്ധ്യ ആവുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ താമര കൂമ്പിപ്പോകുന്നു. ഇതാണ് ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു പകൽ രാവിലെ ആയപ്പോഴത്തേക്ക് താമര വിടർന്നപ്പോഴത്തേക്ക് ഒരു വണ്ട് എന്ത് ചെയ്തു? വണ്ട് പറന്ന് വന്ന് ആ താമരയ്ക്കകത്തിരുന്ന് തേൻ കുടിക്കാൻ തുടങ്ങി. തേൻ കുടിച്ച് മതോന്മത്തനായി. അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. താമരയ്ക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഒക്കെ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ സാധാരണ താമര കൂമ്പുവാണ്. താമര അങ്ങ് കൂമ്പിപ്പോയി. അപ്പോൾ ആരാണ്? വണ്ട് അതിനകത്തിരിക്കുകയാണ്. അപ്പോൾ വണ്ട് പിന്നീടാണ് ഉണർന്നത്. അയ്യോ, ഞാൻ ഇതിനകത്തായിപ്പോയി. ഇനി ഇങ്ങനെ ആലോചിക്കുകയാണ് വണ്ട്. ആലോചിക്കുന്നതാണ് ഇത്. നോക്കിക്കോളൂ. രാത്രിർഗമിഷ്യതി. ഗമിഷ്യതി എന്ന് പറഞ്ഞാൽ എന്താ? ഗമിഷ്യതി പോകും. അത് ഫ്യൂച്ചർ ടെൻസാണ്, ഭാവി കാലം. രാത്രി പോകും, കടന്നു പോകും എന്ന് പറയുകയാണ്. രാത്രിർഗമിഷ്യതി. പിന്നെ ഭവിഷ്യതി. ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ ഭവിഷ്യതി സുപ്രഭാതം ഭവിഷ്യതി വിൽ ബി, വരും. അപ്പം രാത്രി പോകും, പകൽ വരും. അതിനകത്തിരുന്ന് വണ്ട് പിന്നെ സ്വപ്നം കാണുകയാണ്. അതായത് രാത്രി പോകും, സുപ്രഭാതം വരും. പിന്നെ ഭാസ്വാൻ ഉദ്ദേശ്യതി. അവിടെ ഭാസ്വാൻ ഉദ്ദേശ്യതി എന്നുള്ള വാക്കോടെ കൊടുത്തിരിക്കുന്നു, നോക്കോളൂ. അതുപോലെ രാത്രിർഗമിഷ്യതി പറയുന്നത് രാത്രി പ്ലസ് ഗമിഷ്യതി. ഗമിഷ്യതി വിൽഗോ, പോകും, രാത്രി പോകും. പിന്നെ ഭാസ്വാനുദ്ദേശ്യതി. ഭാസ്വാൻ ആരാണ്? ഭാസ്വാൻ സൂര്യൻ ഉദ്ദേശ്യതി, അതും ഫ്യൂച്ചർ ടെൻസ് ആണ്. പിന്നെ ഉദിക്കും, സൂര്യൻ ഉദിക്കും. അപ്പോൾ 3 കാര്യം പറഞ്ഞു. ഒന്ന് രാത്രിർഗമിഷ്യതി, രാത്രി പോകും. സുപ്രഭാതം ഭവിഷ്യതി, രാവിലെ വരും. ഭാസ്വാനുദ്ദേശ്യതി, സൂര്യൻ ഉദിക്കും. എന്നിട്ട് ഹസിഷ്യതി പങ്കജശ്രീഹി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പങ്കജശ്രീ. പങ്കജം എന്താണ്? താമരശ്രീ, താമരയുടെ ശ്രീ ഐശ്വര്യം എന്ത് ചെയ്യും? ഹസിഷ്യതി, അത് ചിരിക്കും. അപ്പോൾ ഇതെല്ലാം ഭാവി കാലമാണ്. ഇതെല്ലാം സ്വപ്നം കാണുന്നതാണ്. ആര്? വണ്ട് സ്വപ്നം കാണുകയാണ്. അപ്പോൾ എന്ത്? ഇത്തം വിചിന്തയതി, ഇപ്രകാരം വിചിന്തയതി. ചിന്തിച്ച് കോശഗത എന്താണ്? അതിനുള്ളിൽ കൂമ്പിന് പിന്നെ താമരയ്ക്ക് കൂമ്പിയൊക്കെയല്ലേ, അതിനുള്ളിൽ ദുരേഭ എന്താണ്? അതാണ് വണ്ട്. ദുരേഭ എന്ന് പറഞ്ഞാൽ വണ്ട്. കോശഗതേ ദുരേഭേ, അതിനകത്തിരിക്കുന്ന വണ്ട് ഹാ ഹന്ത ഹന്ത. എന്ത് സംഭവിച്ചു? എന്നിട്ട് നളിനി ഏതാണ്? താമരപ്പൂ. നളിനിയെ എന്നിട്ട് 2 വാക്ക് വന്നു, പങ്കജവും നളിനിയും. നളിനിയും എന്നുള്ളത് നളിനിയെ. ഗജ ഉജ്ജഹാര. ഗജ എന്ന് പറഞ്ഞാൽ ആന. അപ്പോഴവിടത്തേക്ക് ഒരു ആന വന്നു. ആന എന്ത് ചെയ്തു? ആന വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. ആ പോണ്ടിലും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്തു? ഉജ്ജഹാര, ഈ താമരയെ ചവിട്ടി മെതിച്ചു. നളിനിയും ഗജ ഉജ്ജഹാര. ആന ഉജ്ജഹാര, ചവിട്ടി അരച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? താമരപ്പൂവിനകത്തിരിക്കുന്ന ആ വണ്ട് ചതഞ്ഞുപോയി കാണും അല്ലേ. അപ്പോൾ ഈ സ്വപ്നം കണ്ടു. അപ്പോൾ മതോന്മത്തനായതുകൊണ്ടല്ലേ ഉറങ്ങിപ്പോയത്. അപ്പം അതിനകത്തിരുന്ന് മതോന്മത്തനായി, ഒന്നും ചിന്തിക്കാതെ, ചുറ്റും നടക്കുന്ന ഒന്നും ചിന്തിക്കുന്നില്ല. എന്നിട്ട് മതോന്മത്തനായി ഉറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടാൽ അതൊന്നും നടക്കണമെന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ജനങ്ങൾ സാധാരണ ഇത് പിന്നെ മനുഷ്യരുമായിട്ട് പല വ്യത്യാസം, അതായത് വളരെയധികം അർത്ഥതലങ്ങളുള്ള ഒരു സുഭാഷിതമാണ്. മനുഷ്യരുമായിട്ട് വളരെ അർത്ഥതലങ്ങളുള്ള ഒരു സുഭാഷിതമാണ്. എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണ മനുഷ്യരെന്ത് ചെയ്യും? ഇന്നത്തെ ജനങ്ങൾ പിന്നെ വല്ല കട്ടും
പിന്നെ അഴിമതി നടത്തിയും പിന്നെ കള്ളപ്പണം ഉണ്ടാക്കിയും മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും മറ്റുള്ളവരെ ഉപദ്രവിച്ചും ഒക്കെ എന്ത് ചെയ്യും, ധാരാളം സമ്പാദിച്ചിട്ട് മണിമാളികകളൊക്കെ കെട്ടി അതിനകത്ത് പിന്നെ ചുറ്റും നടക്കുന്നൊന്നും അറിയാതെ അവർ ആർത്തുല്ലസിച്ച് മതോന്മത്തരായി നടക്കുകയാണ് ഈ പിന്നെ വണ്ടിനെ പോലെ. അപ്പോൾ അങ്ങനെ കാലം കഴിക്കുകയാണ് അവർ. അപ്പോൾ പലരെയും പറ്റിച്ചുമൊക്കെയാണ് ഈ പണമൊക്കെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഞാൻ ജീവിതകാലം മുഴുവൻ ഇതുകൊണ്ട് ഞാൻ കഴിയാം, എനിക്ക് ആരെ ആശ്രയിക്കേണ്ട, മറ്റുള്ളവരെന്തോ ആയിക്കൊണ്ട് എന്നൊക്കെ രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ഥലത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഇത് എല്ലാവരും പോലീസ് പിടിക്കുകയോ എന്ന് ചെയ്ത് അതിൻ്റെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ വീണ്ടും എന്ത് ചിന്തിക്കും, അവർ സ്വപ്നം കാണും വണ്ടിനെ പോലെ, എന്താ, ഞാൻ ഇന്ന് വെളിയിറങ്ങിയിട്ട് ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കും, വീണ്ടും ഇതുപോലെ എല്ലാവരും പറ്റിച്ചും കട്ടും മോട്ടിച്ചും ഒക്കെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കും എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അവൻ തന്നെ ചിലപ്പം മൃത്യുവിന് അടിമപ്പെട്ടു പോയേക്കാം, ഇല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു, നമ്മൾ സ്വപ്നം കാണുന്നതല്ല നടക്കുന്നത്, എന്താണോ നമുക്ക് വിധി അത് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കെട്ടിപ്പെട്ടി വെച്ചിട്ട് ഇയാൾ മരിച്ചു കഴിഞ്ഞ് ഇതെല്ലാം കൊണ്ടുപോവോ? ഇല്ല, അല്ലേ? അപ്പോൾ അത് തന്നെ നമുക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ചുറ്റും എന്തൊക്കെയുണ്ട്, എന്തെല്ലാം ഏത് തരത്തിലുള്ള ആൾക്കാരുണ്ട്, അവരെപ്പറ്റി ചിന്തിക്കണം. അപ്പം പിന്നെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ അതുപോലെ ദീനരുണ്ടെങ്കിൽ അവരോട് പരോപകാരം ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സ്വയം അഹങ്കരിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ അറിയണം. നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെയും കൂടി നമ്മൾ അറിയണം എന്നാണ് പറയുന്നത്. അപ്പം നാം ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും കൊണ്ടാണോ വന്നത്? അല്ല, ജനിച്ചപ്പോൾ ഒന്നുമില്ലാതാണ് വന്നത്. തിരിച്ചു പോകുമ്പോഴും അങ്ങനെയാണ്. ഇതൊന്നും നമ്മൾ കെട്ടിപ്പറക്കി നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ജനന മരണം ഇതിനിടയ്ക്കുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സൽപ്രവർത്തികൾ ചെയ്യണം. അല്ലാതെ അമിതമായി അഹങ്കരിച്ച് മതോന്മത്തനായി നടക്കാതെ സൽപ്രവർത്തികൾ ചെയ്യണം. നാം ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളാണ് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ അതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അല്ലാതൊന്നും ഈ വില പിടിച്ച സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു, നമുക്ക് മറ്റുള്ള പരോപകാരം ചെയ്യണം, സഹാനുഭൂതി വേണം, പിന്നെ ദീനാനുകമ്പ, ഇതിൻ്റെ എല്ലാം ഫലമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന ഉദ്ദേശത്തിൽ വേണം നാം ജീവിക്കാൻ, അല്ലേ? അപ്പോൾ ജനങ്ങൾ അങ്ങനെയുള്ള ജനങ്ങളെയാണ് എന്നും മറ്റുള്ളവർ ഓർക്കുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വണ്ടിൻ്റെ അവസ്ഥയായിരിക്കും നമുക്ക് വരുന്നത്, അല്ലേ? മറ്റൊന്നും ചിന്തിക്കാതെ കിടന്ന് പിന്നെ ഭൂമിനകത്ത് കിടന്നില്ലേ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സുഭാഷിതം ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.